പാട്ട് പാടാൻ അറിയാന്ന് ചോദിച്ചു. ഞാൻ കാക്കേ കൂടെ അവിടെ പാടാൻ കാക്കേ ഇടയ്ക്കൊക്കെ മുട കാണിക്കും കേട്ടോ. പിന്നെ ഞാൻ എടുത്തോളാടാന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞ ഓക്കെ, നമ്മൾ മനസ്സിൽ പറയും ഈ വട വട്ടി എന്ന് പറയും. കൊല്ലം നേക്കുമ്പോൾ പിന്നെ കുറച്ച് ഇത് വരുമല്ലോ. പേരെന്തുവാ, നാളെന്തുവാ, അങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ എനിക്ക് കിട്ടിയ റാഗിയും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഗൈസ്, നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം ബിടെക്കിലെ റാഗി. ബിടെക്കിലെ റാഗി അല്ല, ബിടെക്കിലെ റാഗിങ് ആണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. എന്ന് വെച്ചാൽ ഞാൻ പോയ കോളേജിലെയും എനിക്ക് കിട്ടിയ റാഗിങ്ങും പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം. 2022 കോളേജിൽ ചെല്ലുന്നത്. കോളേജ് ഫസ്റ്റ് ഇയർ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ചെല്ലുന്നത് 2022 കൊറോണ കഴിഞ്ഞ ടൈമിലൊക്കെയാണ് നമുക്ക് +1 +2 ഫുള്ള് കൊറോണ ആയിരുന്നു. +2 ലാസ്റ്റ് ഒരു 5 മാസമൊക്കെ പോയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നേരെ കോളേജിലേക്ക് വന്നു. കോളേജ് അഡ്മിഷൻ എടുത്തു. അങ്ങനെ കോളേജിലേക്ക് ആദ്യത്തെ ഒരു 10 ദിവസം SIP പ്രോഗ്രാം ഉണ്ടായിരുന്നു. SIP എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നതും അങ്ങനെയൊക്കെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആദ്യത്തെ ഒരു SIP പ്രോഗ്രാം വെച്ചാൽ സ്റ്റുഡൻസ് ഇൻഡക്ഷൻ പ്രോഗ്രാം എന്ന് പറയും. അത് നോർമലി സ്റ്റുഡൻസ് കുറച്ച് മോട്ടിവേഷനും കുറച്ച് കാര്യങ്ങളും ഇപ്പോൾ എന്തൊക്കെ അറിയാനും ഇതിന് എഞ്ചിനീയറിംഗ് പറ്റി അറിയാനും കുറച്ച് കുറച്ച് ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ കുറച്ച് ഗെയിംസൊക്കെ ഉണ്ട്. അതെല്ലാം ഫസ്റ്റ് ദിവസം വരുമ്പോഴും കാണും. അതുപോലെ തന്നെ ഞാൻ അതിനെ കഴിഞ്ഞു. ഞാൻ അങ്ങനെ വന്നു. ഇത് SIP പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ക്ലാസ്സിലൊക്കെ പോകാൻ തുടങ്ങിയ ടൈമിൽ ഇപ്പോൾ അവിടെ കുറേ സീനിയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ ആയിരിക്കും. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഈ 3 ഇയേഴ്സും അവിടെ തന്നെ ഉണ്ട്. അപ്പം ഞാൻ അന്നേരം നല്ല കോസ്റ്റ്യൂംസൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും പോകുന്നത്. നോർമലി കോളേജിലെ കളർ ഡ്രസ്സ് ആണല്ലോ, യൂണിഫോം ഇല്ല. TKM കോളേജിൽ നോർമലി യൂണിഫോം ഇല്ല, കളർ ഡ്രസ്സ് ആണ് ഇട്ടുകൊണ്ട് പോകേണ്ടത്. അതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെയൊക്കെ ക്ലാസ്സിലൊക്കെ പോവും. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. എന്നുവെച്ചാൽ റാഗിങ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വിളിച്ച് എന്തുവാ, പേരെന്തുവാ, നാളെന്തുവാ, അങ്ങനെയൊക്കെ ചോദിക്കും. പേരെന്തുവാ, എന്ത് പരിപാടി. പിന്നെ പയ്യെ അങ്ങനെയൊക്കെ ചോദിച്ച് എനിക്ക് കുറച്ച് 2-3 കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. എന്ന് വെച്ചാൽ അതൊക്കെ ഉള്ളൂ, വലിയ റാഗിങ്ങൊന്നും ഇല്ല. എന്നാലും എൻ്റെ ആ ഒരു ടൈമിലുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ പേരൊക്കെ പറയും. അന്നേരം കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഞാൻ യൂട്യൂബ് വീഡിയോ എടുക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചു, നീ എന്നോ യൂട്യൂബ് വീഡിയോ എടുക്കുന്നേ എന്നൊക്കെ ചോദിക്കും. എന്നെ ഇങ്ങനെ വിളിക്കും. എന്നിട്ട് ചോദിക്കും പേരെന്താ. ഞാൻ പറയും അഭിനവ്. ഏത് ക്ലാസ്സിലാണ്, ട്രിപ്പിളി, അഡ്മിഷനൊക്കെ എങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞ് അങ്ങനെയൊക്കെ എടുത്തു. ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. പിന്നെ സ്ഥലം എവിടെ, കൊല്ലം നേക്കുമ്പോൾ പിന്നെ കുറച്ച് ഇത് വരുമല്ലോ. അതങ്ങനെയാണല്ലോ. നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള കോളേജിൽ, നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കുന്ന കോളേജിൽ, നാട്ടിൽ തന്നെ ഉള്ള വീട്, എന്നിട്ട് നമ്മളെ റാഗ് ചെയ്യുന്നു. അങ്ങനെയുള്ള അവസ്ഥയെന്ന് വെച്ചാൽ നോർമലി കോളേജിലാണെങ്കിൽ എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ മലപ്പുറം, കോഴിക്കോട് എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്. ആ ടൈമിൽ വന്നേ, ഈ ടൈമിലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പേരൊക്കെ ചോദിച്ച് പിന്നെ ഒരു 2 ദിവസം കഴിയുമ്പോൾ ഭയങ്കര കമ്പനിയാണ്. പിന്നെ നമ്മൾ റാഗിങ് നോർമലി ഒരു റാഗിങ് എന്ന് പറയാൻ പറ്റൂല. റാഗിങ് ഒക്കെ വെച്ചാൽ പണ്ടത്തെ റാഗിങ് ഒക്കെ ആയിരുന്നു ഭയങ്കര അലമ്പ്. ഇപ്പോഴത്തെ റാഗിങ് വെച്ചാൽ നമ്മൾ ജസ്റ്റ് പേര് ചോദിക്കുക, പരിചയപ്പെടുക, അതായിരുന്നു ആ ടൈമിൽ. പിന്നെ ചെറിയ ഗെയിംസൊക്കെ ഒന്ന് അലമ്പാക്കുക. പിന്നെ സിനിമ കാണുന്നത്, വടാറിലോ ഏതോ സിനിമ കാണുന്നത് പ്രപ്പോസ് ചെയ്യാൻ പറയുന്ന സീനൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല, ചിലതൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു, എനിക്കറിഞ്ഞൂടാ. അങ്ങനെയൊക്കെ കുറച്ച് സീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ പിന്നെ റാഗിങ് ചെയ്താൽ പിന്നെന്തുവാ, പിന്നെ നമ്മൾ ഭയങ്കര കമ്പനിയാണ്. ഭയങ്കര എന്നും കാണും, ഭയങ്കര കമ്പനിയാണ്. കമൻ്റ് അടിക്കും, കറങ്ങാൻ പോകും. അങ്ങനെ കുറച്ച് കമ്പനിയൊക്കെ ആയിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ ഓരോരോ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുമല്ലോ. നമ്മൾ ഓട്ടോമാറ്റിക് ചേട്ടന്മാരെ പരിചയപ്പെടുന്നു. ഓൾറെഡി നമുക്കറിയാം ആരൊക്കെയാവുണ്ട്. എനിക്ക് തന്നെ എന്നെ പഠിച്ച കുറേ പേരുണ്ട്. എൻ്റെ കൂടെ പഠിച്ച കുറേ പേരാണ്, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കുറേ പേരാണ്. അങ്ങനെയൊക്കെ കമ്പനി ആയിരുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ പോയി നടന്നു വരുന്ന ടൈമിൽ എക്സാം കഴിഞ്ഞിട്ടാണെന്നോ എന്ന് അറിഞ്ഞൂടാ. എക്സാം കഴിഞ്ഞില്ല, എക്സാമിന് മുന്നേ ആ ഒരു ടൈമൊക്കെയാണ് തോന്നുന്നു. ഫസ്റ്റ് സെമ്മിലാണേ. എന്നെ ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ച് പാട്ട് പാടാൻ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ അങ്ങനെ പാട്ട് പാടാറില്ല. ആ ടൈമിലൊന്നും എന്നെ അറിഞ്ഞുകൂടാർക്കും എവിടെ ഉള്ളതാണെന്ന്. ഞാൻ പറഞ്ഞു ഇങ്ങനെ കൊല്ലത്തുനിന്ന് വരുക, ഡേ സ്കോളറാ, ഹോസ്റ്റലിൽ എല്ലാം നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ചോദിച്ചു ഒരു പാട്ട് പാടാമെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ ചോദിച്ചു പാട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അന്നേരം അവർ ഒരു 2 പേരുണ്ടായിരുന്നു, ഒരു ചേച്ചിയും ഒരു ചേട്ടനും. 2 ചേച്ചിമാരും ഒരു ചേട്ടനാന്ന് തോന്നുന്നു. അയാൾ പേരും കോഴിയാന്ന് തോന്നുന്നു. എന്നിട്ട് ഇതുപോലെ എന്നോട് ഇങ്ങനെ വന്ന് വിളിച്ചിട്ട് എന്നോട് ചോദിച്ച് പാട്ട് പാടാൻ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് പാട്ട് പാടാൻ അറിയില്ല. അന്നേരം പറഞ്ഞു ഒരു പാട്ട് പാടാൻ. ഞാൻ പറഞ്ഞു ഏത് പാട്ട് പാടണം എന്ന് ചുമ്മാ ചോദിച്ചു. ഞാൻ പറഞ്ഞ് നീ കാക്കേ കൂടെ അവിടെ പാടാൻ, കാക്കേ കൂടെ അവിടെ പാടാൻ.
ഞാൻ പറഞ്ഞ എനിക്കത് ഫുള്ള് അറിഞ്ഞുകൂടാ. അന്നേരം അതിലൊരു ചേച്ചിയാണെന്ന് തോന്നുന്നു എന്നെ പറഞ്ഞത്, എടാ നീ ഗൂഗിളിൽ നോക്ക്, ഗൂഗിളിൽ കാക്കയ്ക്കൊക്കെ കൂടെവിടെ അടി എന്നിട്ട് പാടാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്ത് ഗൂഗിളിൽ കയറി കാക്കയ്ക്കൊക്കെ കൂടെവിടെ അടിച്ച് കാക്കയ്ക്കൊക്കെ കൂടെവിടെ കൂട്ടിനകത്ത് കുഞ്ഞുണ്ടോ എന്നൊക്കെ പാടി കൊടുത്ത്, കുറച്ച് പാട്ടൊക്കെ പാടി കൊടുത്ത്. എന്നിട്ട് എന്തോ പാട്ടൊക്കെ പാടി കഴിഞ്ഞിട്ട് പറയാം പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ അവരുടെ മുഖം എനിക്ക് നല്ലപോലെ ഓർമ്മയില്ല, എന്നാലും ചെറുതായിട്ട് എവിടെയൊക്കെ ഓർമ്മയുണ്ട്. അവരൊന്നും ഇപ്പോൾ കോളേജിലൊന്നും ഇല്ല, സിറ്റുവേഷൻ അവരെല്ലാം പോയി കാണും. അവർ ആ ടൈമിൽ 4th ഇയർ ആയിരുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ 4th ഇയർ കയറാനായില്ലേ, അന്നേരം അവരൊക്കെ എപ്പോഴേ പോയി, എവിടേക്കാണെന്ന് അറിയത്തില്ല. ആ ടൈമിൽ പാട്ടൊക്കെ പാടി, ജസ്റ്റ് പാട്ട് പാടിയ നമ്മൾ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു ടീമാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഇതൊന്നും വലിയ കാര്യമാകത്തില്ല. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസിന് റാഗിങ് ഉണ്ടോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. നോർമലി എൻ്റെ അഭിപ്രായം എടുക്കുകയാണെങ്കിൽ റാഗിങ് ഒരു പണിഷബിളാണ്. കോളേജ് അറിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരാഴ്ചയോ 2 ആഴ്ചയോ ഫ്രീ ആയിട്ട് വീട്ടിൽ ഇരുന്നോളാൻ പറയും, അത്രേ ഉള്ളൂ. വേറെ കാര്യമൊന്നുമില്ല. ആരെയും റാഗ് ചെയ്യുന്ന അവർ വീട്ടിൽ ഇരിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഫസ്റ്റ് ഇയറിനെ റാഗ് ചെയ്യുമെന്ന് വെച്ചോ, അവർ പോയി കംപ്ലയിൻറ്റ് ചെയ്ത് ഉറപ്പായിട്ട് നമുക്ക് സസ്പെൻഷനാണ്. ഒരാഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ സസ്പെൻഷൻ കിട്ടും. അതോടെ നമ്മുടെ ആ കഴിപ്പങ്ങ് മാറി കിട്ടും എന്ന് പറയാൻ വേണമെങ്കിൽ. അതുകൊണ്ട് കമ്പനി അയക്കുമോ, നമ്മൾ ജസ്റ്റ് പേരൊക്കെ ചോദിക്കുക, സ്ഥലമൊക്കെ അവിടെ ചോദിക്കുക, അത്ര തന്നെ. അല്ലാതെ വേറെ ഒന്നും ചോദിക്കാൻ നിൽക്കരുത്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. കുറേ പേർക്ക് കോളേജിൽ തന്നെ കുറച്ച് പേർക്ക് സസ്പെൻഷൻ കിട്ടി, റാഗിങ് ചെയ്ത് കുറച്ച് പേർക്ക് കിട്ടിയായിരുന്നു. അതുപോലെ തന്നെ കോളേജിൽ എവിടെ നോക്കിയാലും ഇപ്പോൾ കോളേജിൽ പല സ്പോട്ടുണ്ട്. ഇപ്പം ഫ്രണ്ടിൽ പോയാലും സെൻട്രൽ പോർട്ടിയും ഉണ്ട്, ഫ്രണ്ടിലുണ്ട്, ബാക്കിലുണ്ട്, ബാസ്കറ്റ്ബോൾ കോർട്ടുണ്ട്. അവിടെ എല്ലാം നോർമലി ഒരു ബോർഡ് കാണും, നോ റാഗിങ് അല്ല സേ നോ റാഗിങ് എന്നൊക്കെ പറഞ്ഞ ഒരു ബോർഡൊക്കെ കാണും. എന്നുവെച്ചാൽ നമ്മുടെ TKM കോളേജിൽ നോർമലി ഇപ്പം റാഗിങ് ഒന്നും ഇല്ല. നോർമലി റാഗിങ് ഒന്നും എല്ലാവരും ഓട്ടോണമസ് ആയിരുന്നു. ഓട്ടോണമസ് വെച്ചാൽ കോളേജ് ബേസിലാണ് കോളേജ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എന്തെങ്കിലും ഒരു റാഗിങ് പണിഷ്മെൻറ്റോ എന്തെങ്കിലും കൊടുത്തെന്ന് കോളേജ് അറിഞ്ഞാൽ ഉറപ്പായിട്ട് സസ്പെൻഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് 2 മാസമോ എന്ന് വെച്ചാൽ 2 ആഴ്ചയോ വീട്ടിലിരിക്കാം എന്നുള്ള സുഖം മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള കോളേജിനെ പറ്റി അറിയത്തില്ല. റാങ്കിങ്ങൊക്കെ കാണും, പിള്ളേരെയൊക്കെ വിളിച്ച് പേരൊക്കെ ചോദിക്കും, കമ്പനിയൊക്കെ ആവും, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ കോളേജിൽ നോർമലി ഇപ്പോൾ റാങ്കിങ്ങൊക്കെ ഇല്ല കേട്ടോ. നോർമലി ജസ്റ്റ് പേര് വയ്ക്കുക, അത്രയൊക്കെ ആ ഒരു വൈബൊക്കെ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള കോളേജിൽ കാണുന്ന പോലെയൊന്നും ഇല്ല. നോർമലി ഓൾറെഡി ഓക്കെ ആണല്ല, അതൊന്നും വലിയ സീനില്ല. പണ്ടൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ ഒന്നുമില്ല. ഫുള്ളി ഓട്ടോണമസ് ആയി വരുമല്ലോ കോളേജ്. ഇപ്പോൾ TKM കോളേജിൽ അങ്ങനെ വലിയ റാഗിങ് ഒന്നുമില്ല. അതുപോലെ തന്നെ മറ്റൊരു കോളേജ് വേറെ കോളേജിലൊക്കെ ഉണ്ട്, റാഗിങ് കാണുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഏത് കോളേജിൽ പോയി നിങ്ങൾ തിരക്കുക, ഏതെങ്കിലും പഠിക്കുന്ന സ്റ്റുഡൻസിനോട് തിരക്കുക, അവിടുത്തെ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിനോട് ചോദിക്കുക, എന്നൊക്കെ ചോദിച്ച് സെറ്റാക്കി കോളേജ് ഏതാണെന്ന് വെച്ചാൽ അഡ്മിഷൻ എടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഇപ്പം എൻ്റെ ചെറിയ കഥയേ ഉള്ളൂ. ഇങ്ങനെ പാട്ട് പാടുക, പേര് ചോദിക്കുക എന്നൊക്കെ ഇടയ്ക്കൊക്കെ മുട കാണിക്കും കേട്ടോ. നിന്നെ ഞാൻ എടുത്തോളാടാന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞ ഓക്കെ, നമ്മൾ മനസ്സിൽ പറയും, ഈ വട പട്ടിയെന്ന് പറയും എന്നൊക്കെ പറയും. പക്ഷേ എടുക്കാനൊന്നും വരുത്തൊന്നുമില്ല, അവരിങ്ങനെ പോകുന്നു. പിന്നെ ജസ്റ്റ് ഒരു ഷോ മാത്രമേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുക. സ്റ്റേ നോ റാഗിങ് എന്ന് പറയാം. ഓക്കെ, നോ റാഗിങ്. ഏത് കോളേജിലും റാഗിങ് പണിഷബിളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് കോളേജ് ലൈഫ് എൻജോയ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ വേറെ കുഴപ്പമൊന്നും വരുത്താതെ മാക്സിമം എൻജോയ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.